ഇന്ത്യ സഹായിച്ച ഒരു പാകിസ്ഥാനി പെൺകുട്ടിയുടെ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെന്താണ് ആ കഥ? ആ കഥ പറയാം. ആ കഥ എനിക്ക് പ്രിയനോട് മാത്രമല്ല, പ്രിയ എന്തായാലും കേൾക്കും, പക്ഷെ നമ്മുടെ പ്രേക്ഷകരോടും പറയാനുണ്ട്. ഇത് മുഴുവൻ നിങ്ങളൊന്ന് കേൾക്കണം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ഇന്ത്യ എന്താണ്, പാകിസ്ഥാൻ എന്താണ്, ഇന്ത്യയുടെ മനസ്സെന്താണ്, പാകിസ്ഥാൻ്റെ മനസ്സെന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്ന ഒരു കഥയാണ്. കഥയല്ല, നടന്ന സംഭവമാണ്. 2024 ഏപ്രിൽ 25 എന്ന ഡേറ്റ്. ഈ ഡേറ്റിൽ ഇന്ത്യയിൽ ഒരു സംഭവം നടന്നു. ഒരു പെൺകുട്ടി, അവൾക്ക് 19 വയസ്സ്, പേര് ഐഷ റാഷൻ. അവൾ ഇന്ത്യയിലേക്ക് വരുന്നത് ചികിത്സയ്ക്ക് വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് വരികയാണ്. പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ ഹൃദയത്തിന് തകരാറ്, ഹൃദയ പമ്പിൽ നിന്ന് ലീക്കുണ്ട്. അതിന് ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിൽ വരും. പാകിസ്ഥാനിൽ ഹൃദയം ചികിത്സിക്കാനും ഹൃദയം ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് പേർ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ വിസയൊക്കെ ക്യാൻസൽ ചെയ്തപ്പോൾ 26-ാം തീയതി തന്നെ എല്ലാവരും പോകണം, ചികിത്സാ ആവശ്യത്തിന് വന്നവർ 29-ന് പോകണം എന്ന് പറഞ്ഞ് ചികിത്സയ്ക്കായി വന്നവർക്ക് 3 ദിവസം കൂടുതൽ കൊടുക്കും. കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ അവരെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേർ ഇന്ത്യയിൽ, ഒന്നാമത് വളരെ മികച്ച മെഡിക്കൽ രംഗം നമ്മുടെ നാട്ടിലുണ്ട്, പിന്നെ കമ്പാരിറ്റീവ്ലി ചിലവ് കുറവാണ്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ, നമ്മുടെ എറണാകുളത്തെ ആശുപത്രിയിൽ പോലും, എറണാകുളത്തെ പ്രസിദ്ധമായ ആശുപത്രിയിൽ പോലും സൗദി അറേബ്യയിൽ നിന്നും UAE-യിൽ നിന്നും ആളുകളൊക്കെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. കാരണം ഒരു ഹൃദയമാറ്റം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കലൊക്കെ ആണെങ്കിൽ അതിന് വളരെ കുറച്ച്, അവിടുത്തെ പണത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്ത്യൻ റുപ്പീ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകും. ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികളും, ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിൽ പോലും ഇത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. നമ്മുടെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമൊക്കെ ഏറ്റവും നല്ല ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളും ടെക്നോളജിയും ഇന്ന് ലഭ്യമാണ്. അങ്ങനെയാണ് ഐഷ റാഷനെ കൊണ്ടുവരുന്നത്. ഐഷ റാഷൻ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവൾക്ക് ഹൃദയത്തിൻ്റെ പമ്പിന് ചോർച്ചയുണ്ടായിരുന്നു. ചെന്നൈയിലേക്കാണ് ഇവൾ ചികിത്സയ്ക്ക് വന്നത്. ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാർട്ട് ആൻഡ് ലങ്സ് ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ഡോക്ടർ KR ബാലകൃഷ്ണൻ്റെയും ഡയറക്ടർ സുരേഷ് റാവുവിൻ്റെയും ചികിത്സയിലായിരുന്നു. അപ്പോൾ പരിശോധിച്ചപ്പോൾ ഇവർക്ക് നേരത്തെ ഒരു പേസ് മേക്കർ വെച്ചിരുന്നു. ഈ പേസ് മേക്കർ പാകിസ്ഥാനിൽ നിന്ന് വെച്ചാണ്, അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഈ കുട്ടിയുടെ കുടുംബത്തിന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ചികിത്സയ്ക്കായിട്ട് വന്നത്. അങ്ങനെ ഇന്ത്യയിൽ വിസ എടുത്തു, ഇന്ത്യയിലേക്ക് വന്നു. പേസ് മേക്കർ നോക്കിയപ്പോൾ പേസ് മേക്കർ പറ്റില്ല, ഇനി ഹൃദയം മാറ്റി വെച്ചേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ കടമ്പ അതിന് 35 ലക്ഷം രൂപ വേണം. അത്യാവശ്യം ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടെങ്കിലും 35 ലക്ഷം രൂപ, ഇന്ത്യൻ രൂപ, പാകിസ്ഥാൻ രൂപയെക്കാളും മൂല്യമുള്ളതാണ് ഇന്ത്യൻ രൂപ. അത്രയും പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആശുപത്രി അധികൃതർ ഡോക്ടർ ബാലകൃഷ്ണനും സുരേഷ് റാവുവും തന്നെ മുൻകൈയെടുത്ത് ഒരു ട്രസ്റ്റിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചു. അങ്ങനെ 35 ലക്ഷം രൂപ ഇവളുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കണ്ടെത്തി. ഇനി വേണ്ടത് ഒരു ഹൃദയമാണ്. അതിനുവേണ്ടി കാത്തിരുന്നു. 60 വയസ്സ് പ്രായമുള്ള ഒരാൾ ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം ഉണ്ടായി എന്നുള്ള വിവരം ലഭിച്ചു. ആ ആളുടെ ഹൃദയം അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഹൃദയവുമായി അങ്ങനെ ഐഷ റാഷന് 2024 ഏപ്രിൽ 25-ന് ഹൃദയം മാറ്റിവെച്ചു. അപ്പോൾ ഇത്രയും ചികിത്സയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയുള്ള പ്രശ്നം, താൽക്കാലിക വിസയിൽ വന്നതാണ്. ഇവിടെ തുടർന്ന് ഈ ഹൃദയം മാറ്റിവെച്ചാൽ ഉടനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനൊന്നും പറ്റില്ല, തുടർ ചികിത്സ വേണം. നമ്മുടെ ശരീരം ഒരു ഫോറിൻ പാർട്ടിക്കിൾ, വിദേശ വസ്തു എന്ന് പറഞ്ഞാൽ മന്യ വസ്തുക്കൾ ഉള്ളിൽ ചെന്ന് അതിനെ തിരസ്കരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കരൾ മാറ്റിവെച്ചാലും വൃക്ക മാറ്റിവെച്ചാലും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നത് ബോഡി ഇതിനെ പുറത്തേക്ക് തള്ളുന്നത്. ഇത് നമ്മുടെ ഫോറിൻ മെറ്റീരിയലാണ്, നമ്മുടെ സ്വന്തമല്ല, അന്യവസ്തു ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് കളയാനുള്ള പ്രവണത ശരീരത്തിനുള്ളതുകൊണ്ട് അതിനെ ചെറുക്കാനുള്ള മരുന്നുകൾ ജീവിതകാലം മുഴുവൻ ഈ അവയവ മാറ്റം നടത്തിയ ആൾ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുമാത്രമല്ല, ഇതിൻ്റെ ഈ ഹൃദയം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ മോണിറ്ററിംഗ് ഒക്കെ വേണം. അതിപ്പോൾ ഇന്ത്യയെ തുടർന്നേ പറ്റുള്ളൂ. മിനിമം 1.5 വർഷമെങ്കിലും ഇവിടെ കഴിയണം. അങ്ങനെ കേന്ദ്ര സർക്കാർ ഇടപെട്ടു. നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനിയാണെന്ന് നോക്കിയില്ല, ഐഷ റാഷൻ എന്ന് പറഞ്ഞ മുസ്ലിമാണെന്ന് നോക്കിയില്ല. നമ്മൾ മനുഷ്യത്വപരമായി എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഹിന്ദുവിൻ്റെ ഒരു സനാതന ധർമ്മത്തിൻ്റെയും ഒക്കെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐഷ റാഷന് നമ്മൾ ഹൃദയം കൊടുത്തു, പണം കൊടുത്തു, ചികിത്സ കൊടുത്തു, എന്നിട്ട് 18 മാസം ഇന്ത്യയിൽ താമസിക്കാനുള്ള വിസയും കൊടുത്തു. അങ്ങനെ ആരോഗ്യവതിയായി ഇന്ത്യയിലെ ജനങ്ങളോട്, ഇന്ത്യയുടെ സംസ്കാരത്തിനോട്, ആശുപത്രിയോട്, ഈ MGM ഹോസ്പിറ്റലിനോട്
പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊക്കെ നന്ദി പറഞ്ഞിട്ട് ഐഷ റാഷൻ പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാനി പെൺകുട്ടിക്ക് ഇന്ത്യ ഹൃദയം കൊടുത്തു, സ്നേഹം കൊടുത്തു, അവളുടെ ഹൃദയം നിറയെ സന്തോഷവും നൽകി അവളെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു എന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു. പക്ഷേ അതിനുശേഷം ഐഷ റാഷന് എന്തു പറ്റി? അവളെക്കുറിച്ച് വാർത്തകളൊന്നുമില്ല. കാരണം നമ്മളിത് ആഘോഷിച്ച ഇവിടെ ആഘോഷിക്കാൻ കാരണം പാകിസ്ഥാനിക്ക് ചികിത്സ കൊടുത്തത് ഇന്ത്യ ചെയ്തത് നന്നായി. പാകിസ്ഥാനിക്ക് ചികിത്സ കൊടുക്കേണ്ടത് ഇന്ത്യ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിൽ കരുതുന്ന കുറേ ആളുകളുണ്ട്. ഏതായാലും ഒരു മുസ്ലിമാണ് പാകിസ്ഥാനിക്ക് ചികിത്സ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ആഘോഷിച്ചത്. കാരണം പാകിസ്ഥാനോട് കൂറുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ നമ്മൾ ഇത് പോസിറ്റീവായി കാണുന്ന ഒരു മനുഷ്യൻ, ലോകത്തെവിടെയും ഒരു പെൺകുട്ടി, അവളുടെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി, അവൾക്ക് നമ്മൾ കരുണയും സഹായവും കരുതലും ഒക്കെ കൊടുത്തു എന്നുള്ളത് നമ്മുടെ മാനവിക ദർശനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ പാകിസ്ഥാനിൽ ഇവൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം, ഇവളുടെ ഈ ചികിത്സ വിജയിച്ച് ഇവൾ സന്തോഷവതിയായി മടങ്ങിപ്പോയത് ആഘോഷിച്ച നമ്മുടെ മാധ്യമങ്ങൾ തമസ്കരിച്ച സംഭവങ്ങളാണ് പാകിസ്ഥാനിലുണ്ടായത്. പാകിസ്ഥാനിലെത്തിയപ്പോൾ സിറ്റുവേഷനൊക്കെ മാറി. കാരണം പാകിസ്ഥാനിലെ മുസ്ലിം സംഘടനകൾ ഇവൾക്ക് വിലക്കേർപ്പെടുത്തി. കാരണം അതായത് ഹിന്ദു വിഗ്രഹങ്ങളെ കുമ്പിടുന്ന ഒരു ഹിന്ദുവിൻ്റെ ഹൃദയമാണ് ഇവൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഹൃദയം വാങ്ങി ജീവിക്കുന്നതിലും നല്ലത് മരണമായിരുന്നു. അതുകൊണ്ട് ഇവളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണം. ഇവൾ ഇസ്ലാമല്ല, അതുകൊണ്ട് ഇവർ ഷിർക്ക്, ഖുറാനിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതിന് വിരുദ്ധമായി ചെയ്ത ഇവൾ മരണത്തിന് അർഹയാണ് എന്ന് ഫത്വ ഇറക്കി അവിടുത്തെ ഫണ്ടമെന്റലിസ്റ്റുകൾ. അവസാനം എന്ത് ചെയ്തു? ഐഷ റാഷൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഐഷ റാഷൻ ഒളിവിലാണ്. ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ കഥ മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞത്, ഇന്ത്യ എങ്ങനെ കാണുന്നു, പാകിസ്ഥാൻ എങ്ങനെ കാണുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മതമാണ് ഇവർക്ക് ഉരുട്ടി വിഴുങ്ങാനുള്ളത്. ഒരാളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടാൽ പോലും അത് ഹിന്ദുവിൻ്റെ ഹൃദയമാണെങ്കിൽ അതിനും ഭേദം നീ മരിക്കുന്നതായിരുന്നു എന്ന് പറയുന്ന ഒരു മാനവികതയാണ് ഇവർക്കുള്ളത്. അവർക്ക് ഇസ്ലാം വിട്ടിട്ട് ഒരു മാനവികതയില്ല, മനുഷ്യരില്ല. ഇപ്പോൾ ഐഷ റാഷൻ്റെ കുടുംബം ഒളിവിലാണ്. ഇനിയിപ്പോൾ വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഐഷ റാഷൻ ഇന്ത്യയിൽ വന്നാൽ അവൾക്കൊരു ഹൃദയം വേണമായിരുന്നു. ഹിന്ദു അല്ലാതെ ആരുടെ ഹൃദയം കിട്ടും അവൾക്ക്? ക്രിസ്ത്യാനിയുടെ കിട്ടുമായിരിക്കും, മുസ്ലിമിൻ്റെ കിട്ടുമോ? കിട്ടില്ല. കാരണം നമ്മുടെ ഡോക്ടർ ഗണപതി എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് കൊട്ടാരക്കരയിലുള്ള. അദ്ദേഹമാണ് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച് ഹൃദയവും മറ്റ് അവയവങ്ങളും എടുക്കുന്നതിന് പിന്നിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. പല ആശുപത്രികളിലും അപകടമൊക്കെ പറ്റി. അബിൻ എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അയാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, അയാളുടെ ഹൃദയവും മറ്റ് അവയവങ്ങളും എടുത്തു മാറ്റി. പക്ഷേ ക്ലിനിക്കലി ഇയാൾ മരിച്ചിട്ടുണ്ടായിരുന്നോ? മരിക്കും മുമ്പ് എറണാകുളത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഇയാൾ മരിച്ചു എന്ന് കരുതി ജീവനോടെ ഇരിക്കുമ്പോൾ ഇയാളുടെ ഹൃദയവും മറ്റു അവയവങ്ങളും എടുത്ത് അയാളെ കൊന്നതാണ് എന്ന് പറഞ്ഞ് ഒരു വിവാദമുണ്ടാവുകയും ഡോക്ടർ ഗണപതി, മെഡിക്കൽ ഡോക്ടറാണ്, എറണാകുളത്തെ കോടതിയിൽ പോവുകയും അത് ഒരു അന്വേഷണത്തിന് ഉത്തരവ് വാങ്ങുകയൊക്കെ ചെയ്തു. അന്ന് ഗണപതി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കേസിൻ്റെ കാര്യത്തിലേക്കല്ല ഞാൻ പറയുന്നത്. ഗണപതി പറഞ്ഞ കാര്യമുണ്ട്. ഇന്ത്യയിൽ എമ്പാടും അവയവ കൈമാറ്റം നടക്കുന്നുണ്ട്. അവയവം സ്വീകരിക്കുന്നതിൽ എല്ലാ മതക്കാരുമുണ്ട്. പക്ഷെ അവയവം കൊടുക്കുന്നതിൽ ഒരു മതക്കാരില്ല. മുസ്ലിമുകൾ അവരുടെ അവയവം ദാനം ചെയ്യില്ല. എന്നാൽ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും സിഖുകാരൻ്റെയും പാഴ്സിയുടെയും ഒക്കെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വീകരിക്കും. പക്ഷെ ഞങ്ങളുടെ കൊടുക്കില്ല. കാരണം എന്താണെന്നറിയോ? മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാ അവയവങ്ങളും ഉണ്ടാവണം. ഏതെങ്കിലും അവയവം കുറവാണെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മദ്യപ്പുഴയും 72 ഹൂറിമാരെയും കിട്ടത്തില്ല. ഇപ്പോൾ സമീപകാലത്ത് ഞാനിപ്പോൾ അവർക്ക് പിന്നെ ഹൃദയമൊന്നും വലിയ കാര്യമല്ല. ചിലയിടത്തൊക്കെ ഈ തീവ്രവാദികളുടെ ഈ ഹമാസ് ഭീകരരുടെയൊക്കെ ചില പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കാണുന്നതെന്നറിയാമോ? നമ്മൾ തമാശയായി പറയുന്നതല്ല, ചിലർക്ക് ഉരുക്ക് ജട്ടിയായിട്ടിരിക്കുന്നത്. തമാശയല്ലേ, ചിരിക്കും. നമ്മൾ ഉരുക്ക് ജട്ടി എന്നൊക്കെ പറയും. റിയലി ഏത് അവയവം പോയാലും ചില അവയവങ്ങൾ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വേണം എന്ന് ആഗ്രഹിച്ച് ഉരുക്ക് ജട്ടി ഇട്ട് നടക്കുന്ന, നമ്മൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഇറ്റ്സ് ലിറ്ററലി സത്യമാണ്. അങ്ങനെയുണ്ട്. അപ്പം ഈ എല്ലാ മനുഷ്യരും ഒന്നാണ്, ഞങ്ങളെല്ലാം മനുഷ്യരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേർ രക്തം ദാനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതെങ്കിലും മുസ്ലിം
നമ്മുടെ ഈ വാർത്ത കേട്ടിട്ട് നമ്മൾ വർഗീയത പറയുന്നു എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആരെങ്കിലും പരസ്യമായി വന്നിട്ട് ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചിട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവം ദാനം ചെയ്ത ഒരൊറ്റ മുസ്ലിം വ്യക്തിയുടെ പേര് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ പിൻവലിക്കാം. ഇല്ല, സത്യമാണ്. അപ്പോൾ ഐഷ റാഷൻ ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. അവൾ ഒരു ഹിന്ദുവിൻ്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ ഹൃദയം സ്വീകരിച്ചു. അതിലും ഭേദം അവൾക്ക് മരണമായിരുന്നു. ഹിന്ദുവിൻ്റെ ഹൃദയവുമായി ജീവിക്കുന്ന അവൾ കൊല്ലപ്പെടേണ്ടതാണെന്ന് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ വാർത്ത നമ്മുടെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ല. ഐഷ ഹൃദയം മാറ്റിവെച്ച് പോയത് ആഘോഷിച്ച മാധ്യമങ്ങൾ മുക്കിയ ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പറഞ്ഞത്. പാകിസ്ഥാൻ എന്താണ് എന്ന് ആലോചിക്കണം. പാകിസ്ഥാൻ എന്താണെന്നല്ല, ഇസ്ലാമിലെ മാനവികത എന്താണ് എന്ന് ചിന്തിക്കാൻ ഐഷ റാഷൻ സഹായിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.